എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അത്യാവശ്യം വലിപ്പമുള്ള 3 മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഞാനിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഇതുപോലെ ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് പോയിട്ട് കടുകും അതുപോലെ ഉലുവയൊക്കെ വറുത്ത് പൊടിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ വളരെ ഈസിയാണ്. ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊന്ന് അളവ് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി. അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ രണ്ടും ഈക്വലായിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച കടുകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ നല്ലെണ്ണ തന്നെ ചെയ്യണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 9 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് പൊടികളുടെ അളവ് വ്യത്യാസപ്പെടുത്തി ചെയ്യുക. ഇനി തീയ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പം നന്നായിട്ട് തണുപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാങ്ങയൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അച്ചാർ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാങ്ങ അച്ചാറെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ. അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.